33 സങ്കീർത്തനം 4 വാക്യത്തിൽ യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത് എന്ന് നമുക്ക് കാണാം. ദൈവവചനവും ദൈവപ്രവൃത്തിയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഒരിക്കൽ അബ്രഹാമിനോട് താൻ കാണിപ്പാനിരുന്ന ദേശത്തേക്ക് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ക്ഷാമം നേരിട്ടു. ദാവീദ് ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നാൽ ആദ്യ രാജാവായിരുന്ന ശൗൽ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. എന്നാൽ തനിക്ക് വധഭീഷണി നേരിടേണ്ടി വന്നു. ദൈവവചനം നേരുള്ളതാണ്. എന്നാൽ അതനുസരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? വേദപുസ്തകം പറയുന്നു, യഹോവയുടെ വചനം നേരുള്ളതാണ്, അതിന് മാറ്റമില്ലാത്തതാണ്, അതൊരിക്കലും തെറ്റിദ്ധാരണ നൽകുന്നില്ല. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ദൈവവചനം നേരുള്ളതാണ്. എന്നാൽ ഈ സത്യത്തിൻ്റെ പാതയിൽ ചിലപ്പോൾ ദുർഘടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ദൈവപ്രവൃത്തിയെ തടയുന്നില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ജയപരാജയങ്ങളാണ് വചനനിവൃത്തിയെ അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡമെങ്കിൽ ദൈവപ്രവൃത്തി തെറ്റിദ്ധരിക്കപ്പെടുന്നു. എന്നാൽ ദൈവവചനത്തിൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുക തന്നെ ചെയ്യും. നമ്മൾ പലപ്പോഴും ഉടനടി ആവശ്യങ്ങൾ നിറവേറണം എന്ന് പറഞ്ഞ് ദൈവപ്രവൃത്തിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്, തിരസ്കരിക്കുകയും ചെയ്യരുത്. തൻ്റെ മകനെ ബലിയർപ്പിക്കുവാനുള്ള 3 ദിവസത്തെ യാത്രയെ അബ്രാം ഒരിക്കലും ഉപേക്ഷയായി കണ്ടില്ല. അവൻ മകനുമായി ദൈവം പറഞ്ഞ മലയുടെ മുകളിൽ വരെ പോയി. ഭീഷണിക്ക് മുൻപിൽ ഇനി മുൻപോട്ടു പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച ഏലിയാവ് ദൈവവചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് വീണ്ടും യാത്ര തുടർന്നു. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണ്. ദൈവവചനം അനുസരിച്ച് അതിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ദൈവവചനം സത്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഇവിടെ വചനം പറയുന്നത് അവൻ്റെ സകല പ്രവൃത്തിയും നേരുള്ളതാണ്. കാരണം യഹോവയുടെ വചനം നേരുള്ളതാണ്. ദൈവവചനം വിശ്വസ്തതയുള്ളതാണ്. ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ വചനം നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സകലതും നിയന്ത്രിക്കുന്നത് കർത്താവാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഒരു നന്മയും മുടങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനവും ദൈവപ്രവൃത്തിയും ഒരിക്കലും പരസ്പര വിരുദ്ധമായിരിക്കുകയില്ല. യഹോവ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ അവർക്ക് ദാഹിച്ചു. എന്നാൽ കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. ദൈവത്താലാണ് അവർ മരുഭൂമിയിലൂടെ നടത്തപ്പെട്ടത്. പക്ഷെ ആ സമയത്ത് അവർ പിറുപിറുത്തു പരാതി പറഞ്ഞു. ഓർക്കുക, യഹോവയുടെ വചനം നേരുള്ളതാണ്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ഒരുപക്ഷെ താങ്കൾ ദൈവവചന നിവൃത്തിയുടെ പാതയിലായിരിക്കാം. മടുത്തു പോകരുത്. ദൈവം പറയുന്നതുവരെ യാത്ര തുടരുക. ദൈവവചനത്തെ സംശയിക്കരുത്. സകലവും ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. ഈ മാസം ദൈവത്തിൻ്റെ വചനം നേരുള്ളതെന്നും അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതെന്നും നമുക്ക് വിശ്വസിക്കാം. ദൈവവചനവും ദൈവപ്രവൃത്തിയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. നമ്മുടെ കണ്ണുകൾ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. അനുഗ്രഹിക്കപ്പെട്ടൊരു മാസം ആശംസിക്കുന്നു. ദൈവം നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ.